ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള ISLലെ ഉദ്ഘാടന മത്സരത്തിന് വിസിൽ മുഴങ്ങാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം ആരംഭിക്കുക. ഈ മത്സരത്തിൻ്റെ ടെലികാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. സോണിയുടെ 10-2 ചാനലിലും അതുപോലെ തന്നെ 10-2 HD ചാനലിലുമാണ് ഇത് നമുക്ക് ലൈവ് ആയിക്കൊണ്ട് വീക്ഷിക്കാൻ സാധിക്കുക. അതേസമയം മലയാളം കമൻ്ററി TV-യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും തന്നെ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഫാൻ കോഡിൽ മലയാളം കമൻ്ററി ഉണ്ടാകും. അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് വിദേശത്തുള്ളവർ എങ്ങനെയാണ് ഇന്നത്തെ മത്സരം കാണുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഉത്തരം മാർക്കസ് മെർഗുലാവോ, ആശിഷ് നേഗി എന്നിവരൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഒരു ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് പാർട്ട്നേഴ്സിനെ ഇതുവരെ ഫൈനലൈസ് ചെയ്യാൻ ഫാൻ കോഡിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിലെ മത്സരങ്ങൾ യൂട്യൂബ് ചാനലിലാണ് കാണാൻ കഴിയുക. വിദേശത്തുള്ളവർക്ക് അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്തുള്ളവർക്ക് ഫാൻ കോഡിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് ആയിക്കൊണ്ട് ഇന്നത്തെ മത്സരം കാണാൻ കഴിയും എന്നാണ് മാർക്കസ് മെർഗുലാവോ, ആശിഷ് നേഗി എന്നിവരൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നത്തെ മത്സരം മാത്രമല്ല, ഈ വീക്കെൻഡിലെ മത്സരങ്ങൾ മുഴുവനും ഫാൻ കോഡിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും. പക്ഷേ അടുത്ത ആഴ്ചയിലെ മത്സരങ്ങൾക്ക് ഒരു ഒഫീഷ്യലായിക്കൊണ്ടുള്ള ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് പാർട്ട്നേഴ്സ് വരും എന്നുള്ളതാണ്. അതിപ്പോഴും ഒരു ഫൈനലൈസ് ചെയ്യാൻ ഫാൻ കോഡിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയിലുള്ളവർക്ക് ഫാൻ കോഡിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഉള്ളവർക്കും ഫാൻ കോഡിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് പുറത്തുള്ളവർക്ക് ഫാൻ കോഡിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ മത്സരം ലൈവ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അടുത്ത ആഴ്ചയിലെ മത്സരങ്ങൾക്ക് പുതിയ ഒരു പാർട്ണർമാർ വരും എന്ന കാര്യം കൂടി ഇപ്പോൾ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.